problem, if a coil has 500 turns, ഒരു coil എന്നിട്ടുണ്ട്, സിംഗിൾ coil ആണ്, okay, which has 500 turns is linked with a flux of 50 milliweber. നമുക്കൊരു coil ഉണ്ട്, so a coil is given A. അപ്പോൾ ആ കോയിൽ ഇപ്പോൾ എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ അതിന് നമ്പർ ഓഫ് ടേൺസ് ഇപ്പോൾ എൻ എന്ന് പറയാമല്ലോ, വിൽ ബി ഈക്വൽ ടു 500. ഇപ്പോൾ ഒന്നല്ലേ ഉള്ളൂ, നമുക്ക് എന്ന് പറയണ്ട, ജസ്റ്റ് എൻ എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, സോ ദിസ് ഇസ് ദ കോയിൽ, എൻ ഈക്വൽ ടു 500 ടേൺസ് ഈസ് ലിങ്ക് വിത്ത് ദ ഫ്ലക്സ്. അപ്പോൾ ഈ കോയിലിൽ ഉണ്ടാവുന്ന ഫ്ലക്സിന് നമുക്ക് ഫൈ എന്ന് പറയാം, വിൽ ബി ഈക്വൽ ടു എന്താണ് 50 മില്ലി വെബർ, വിൽ ബി ഈക്വൽ ടു എന്തായിരിക്കും 50 ഇൻറ്റു 10⁻³ വെബേഴ്സ് എന്ന് കിട്ടും. ഓക്കെ, ഇനി അടുത്താണ് വെൻ ക്യാരിങ് എ കറണ്ട് ഓഫ് 125 ആംപിയർ, അതായത് ഈ കോയിലിൽ നമ്മൾ കൊടുക്കുന്ന കറണ്ടാണ് ഐ വിൽ ബി ഈക്വൽ ടു 125 ആംപിയർ തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് ദി ഇൻഡക്റ്റൻസ്. ഇവിടെ ഒറ്റ കോയിലേ ഉള്ളൂ, വിച്ച് ഇംപ്ലൈസ് ദാറ്റ് എന്ത് ഇൻഡക്റ്റൻസ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, സെൽഫാണ് മ്യൂച്വൽ ആണോ, സെൽഫാണ്. സോ എൽ വിൽ ബി ഈക്വൽ ടു എന്തായിരിക്കും N5/I അല്ലേ. സോ എൽ ഇൻറ്റു 5 ഇൻറ്റു ഐ ചെയ്യുമ്പോൾ നമുക്ക് 0.2 ഹെൻറീസ് എന്ന് കിട്ടും. ഓക്കെ, സോ ദാറ്റ് ഇസ് യുവർ ഫസ്റ്റ് പാർട്ട് ഓഫ് ദി ക്വസ്റ്റ്യൻ. ഇനി രണ്ടാമത് ചോദിച്ചിരിക്കുന്നത് എന്താണ്, ഇനി ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ദി ഇഫ് ദിസ് കറണ്ട് ഇസ് റെഡ്യൂസ് ടു 0. അപ്പോൾ ഇവിടെ ഒരു കറണ്ട് 125 ആംപിയർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ, അല്ലെ. നമ്മൾ ആദ്യം കോയിൽ പറയുന്നുണ്ട്. ഓക്കെ, ദിസ് ഇസ് എ കണ്ടക്ടർ ആൻഡ് ദിസ് ഇസ് അവർ കോയിൽ. ഓക്കെ, ആൻഡ് ഇനീഷ്യലി ഞാൻ ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സ്വിച്ച് ഇതൊക്കെ വരുന്നുണ്ട്. എന്നിട്ട് നമ്മളൊരു ഇതുവഴി കറണ്ട് ഐ കൊടുക്കുന്നു, വിച്ച് ഇസ് ഈക്വൽ ടു 125 ആംപിയർ. ഇനി ഒരു പറയാണ്, ഈ കറണ്ട് നമ്മൾ വേരി ചെയ്താലല്ലേ എന്ത് സംഭവിക്കുള്ളൂ, ഇൻഡ്യൂസ്ഡ് EMF, സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ഇൻ ഓർഡർ ടു ഗെറ്റ് ദാറ്റ് ഇൻഡ്യൂസ്ഡ് EMF നമ്മളിവിടെ എന്താ ചെയ്യുന്നത്, ഈ കറണ്ടിനെ ഇൻ എ പർട്ടിക്കുലർ ടൈം, എത്ര ടൈം പറഞ്ഞേക്കുന്നത്, ഇൻ 0.1 seconds, 0.1 സെക്കൻഡ്സിൽ ഈ കറണ്ടിനെ ഞാൻ റെഡ്യൂസ് ചെയ്ത് 0 ആംപിയറിലോട്ട് കൊണ്ടുവരാണ്. മനസ്സിലായോ? അപ്പോൾ ഐ ഈക്വൽ ടു 125 ആംപിയർ ബിക്കെയിം 0 ആംപിയർ ഇൻ 0.1 seconds. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദി സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF. അപ്പോൾ നമുക്കറിയാം എന്തായാലും സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവും, കാരണം ദർ ഇസ് എ ചേഞ്ച് ഇൻ ദി കറണ്ട്. അപ്പോൾ നമ്മുടെ ഫോർമുല ഓഫ് ഇൻഡ്യൂസ്ഡ് EMF എങ്ങനെയാണ് വരുന്നത്, ഇ വിൽ ബി ഈക്വൽ ടു -L ഇൻറ്റു DI/dt, സോറി DI/dt എന്നല്ലേ വരുന്നത്, അല്ലേ നമ്മുടെ ഫോർമുല വരുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ദിസ് ഇസ് ഓൾസോ ഫോർമുല ഫോർ ഇൻഡ്യൂസ്ഡ് EMF. സോ ഈ ഇവിടുത്തെ കേസിൽ -L ഇൻറ്റു എന്ന് പറയുമ്പോൾ -0.2 ഇൻറ്റു DI/dt. നമ്മൾ DI/dt എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്ക് ഇങ്ങനെ പറഞ്ഞൂടെ, ഇപ്പോൾ ഐ എന്ന് പറയുമ്പോൾ കറണ്ട് ആണ്. സോ ഇനീഷ്യൽ വാല്യൂ ഓഫ് കറണ്ട് മൈനസ് ദ ഫൈനൽ വാല്യൂ ഓഫ് കറണ്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം എന്ന് പറയുന്നതും ഈ ഡെറിവേറ്റീവ് ഓഫ് കറണ്ട് വിത്ത് റെസ്പെക്ട് ടു ടൈം എന്ന് പറയുന്നത് ഈക്വലൻ്റ് അല്ലേ. നമ്മൾ ഈ ഇൻറ്റഗ്രേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഇൻറ്റഗ്രേഷൻ ഓവർ ദ ടൈം 0 to ഇൻഫിനിറ്റി എന്ന് പറയുകയാണെങ്കിൽ 0 മുതൽ ഇൻഫിനിറ്റി വരെയുള്ള ആ എൻറ്റയർ ഇൻ്റർവെൽസിലുള്ള സംഭവത്തിൻ്റെയും സമ്മേഷനാണ് നമ്മൾ ഈ ഇൻറ്റഗ്രേഷനിൽ എടുക്കുന്നത്. വൈൽ ഇൻ ദ കേസ് ഓഫ് നമ്മൾ ഡിഫറൻസിയേഷൻ എങ്ങനെ എടുക്കുന്നത്, d/dt ഓഫ് എ പാർട്ടിക്കുലർ ക്വാണ്ടിറ്റി എക്സ് എന്ന് പറയുകയാണെങ്കിൽ ആ ക്വാണ്ടിറ്റി നമ്മൾ ഡിവൈഡ് ചെയ്താൽ പറയുന്നത്, അല്ല. ഇപ്പോൾ നമ്മളൊരു ഗ്രാഫിക്കലി പറയുകയാണെങ്കിൽ, ഓക്കെ, ദിസ് ഇസ് എ ഗ്രാഫ്, നമുക്ക് കുറേ ഇൻ്റർവെൽസ് ഉണ്ട്. നമ്മൾ ഇൻറ്റഗ്രേഷൻ ചെയ്യുന്ന ഈ എല്ലാ ഇൻ്റർവെൽസിനും നമ്മൾ ആഡ് ചെയ്തെടുക്കുന്നത്. പക്ഷേ നമ്മൾ ഡിഫറൻസിയേഷൻ്റെ കാര്യം പറയുന്ന സമയത്ത് ഇതിൽ ഏതോ ഒരു പർട്ടിക്കുലർ ഇൻ്റർവെലിൻ്റെ അകത്തുള്ള കണ്ടന്റ് മാത്രം നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ സെപ്പറേറ്റ് ചെയ്തോടെ എടുക്കുന്നത്. മനസ്സിലായി? അപ്പോൾ ഒരു എന്താണ് സമ്മേഷൻ ആൻഡ് ഒരു സബ്ട്രാക്ഷൻ പോലത്തെ ഒരു ഫംഗ്ഷനാണ് ഇത് രണ്ടും ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ കേസിൽ നമ്മൾ DI/dt ഒരു ഡിവിഷനാണ്. അപ്പോൾ ഈ രണ്ട് ഇൻ്റർവെൽ മനസ്സിലായി, ഇനീഷ്യൽ വാല്യൂക്കും ഫൈനൽ വാല്യൂക്കും ഇടയ്ക്കുള്ള സംഭവം മാത്രം മതി, ഡിവൈഡഡ് ബൈ ദ ടോട്ടൽ ടൈം. സോ ദിസ് വിൽ ബി ഈക്വൽ ടു ഫൈനൽ മൈനസ് ഇനീഷ്യൽ ആണ്. ഓക്കെ, തിരിച്ചല്ല, ഫൈനൽ മൈനസ് ഇനീഷ്യൽ വാല്യൂ ഓഫ് കറണ്ടാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ കിട്ടും നമുക്ക് -0.2 മൾട്ടിപ്ലൈഡ് ബൈ ഫൈനൽ വാല്യൂ ഓഫ് കറണ്ട് 0. സോ ഇൻറ്റു 0 - 125 ആംപിയർ ഡിവൈഡഡ് ബൈ 0.1 seconds. സോ ദിസ് വിൽ ബി ഈക്വൽ ടു എന്തായിരിക്കും, നമുക്ക് 0.2 മൾട്ടിപ്ലൈഡ് ബൈ 125 ഡിവൈഡ് ബൈ 0.1 വിൽ ബി ഈക്വൽ ടു 250 വോൾട്ട്സിൽ കിട്ടും. സോ ദിസ് ഇസ് ഹൗ യു സോൾവ് വെൻ വി ആർ ഗിവൺ എ സിംഗിൾ കോയിൽ. ഇനിയിപ്പോൾ രണ്ട് കോയിൽ, ഇവിടെ ഒരു കോയിൽ പോലെ നമുക്ക് രണ്ട് കോയിൽസ്, ഇവിടെ കോയിൽ എ ആൻഡ് സെക്കൻഡ് കോയിൽ ബി വരികയാണെങ്കിൽ അവിടെ ഈ സെൽഫ് ഇൻഡ്യൂസ്ഡ് നമ്മൾ എല്ല് കണ്ടുപിടിച്ചില്ലേ, അതേപോലെ എന്തും കൂടെ വരും, അവിടെ നമുക്ക് മ്യൂച്വൽ ഇൻഡ്യൂസ്ഡ് എമ്മും കൂടെ വരും. അപ്പോൾ എമ്മിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. എമ്മിൻ്റെ അറിയാമെങ്കിൽ അവർ ചിലപ്പോൾ കോയിഫിഷ്യൻ്റെ കപ്ലിംഗ് കൂടെ ചോദിക്കും. കെ, അപ്പോൾ കെ വിൽ ബി ഈക്വൽ ടു എങ്ങനെ കണ്ടുപിടിക്കും, നമ്മൾ കെ ഈക്വൽ ടു എം ഡിവൈഡഡ് ബൈ √L1 L2 ഫോർമുല യൂസ് ചെയ്യുക, യൂസ് ചെയ്തിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ പ്രോബ്ലംസ് നിങ്ങളൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കിയേക്കുക. മോഡ്യൂൾ 2 ലാസ്റ്റ് ഹാഫിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. ഓക്കെ, നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് അബൌട്ട് ദി AC കറണ്ട്. ഓക്കെ, ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ആൻഡ് അതിൻ്റെ കറസ്പോണ്ടിങ് ഫണ്ടമെൻ്റൽസിനെ പറ്റിയാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ഹൗസ് ഹോൾഡ് പർപ്പസിന് വേണ്ടി ഇത് നമ്മളെ വീട്ടിൽ കിട്ടുന്നതും അതേപോലെ ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷന് വേണ്ടി ഒക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന കറണ്ട് അല്ലേ, എവിടെ നിന്നോ ജനറേറ്റ് ചെയ്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് നമുക്ക് വീട്ടിൽ കൺസ്യൂം ചെയ്യാൻ വേണ്ടി കിട്ടുന്ന കറണ്ട് എന്ന് പറയുമ്പോൾ AC നേച്ചറിലാണ്.
50 to 60 ഹേർട്സിൽ വരുന്ന ആ ഒരു സിഗ്നൽ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്, AC സിഗ്നൽ ആയിരിക്കും. ഓക്കെ, ആൻഡ് നിങ്ങൾക്ക് അറിയായിരിക്കും നമുക്ക് AC കറണ്ട് ഉണ്ട്, DC കറണ്ട് ഉണ്ട്, ഓൾട്ടർനേറ്റിംഗ് കറണ്ടും ഡയറക്റ്റ് കറണ്ടും. പക്ഷെ നമ്മൾ മോസ്റ്റ്ലി പ്രിഫർ ചെയ്യുന്നത് എന്താണ്? AC കറണ്ടാണ്. കാരണം നമുക്ക് അതിനെ ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റും, നമുക്ക് അതിനെ സ്റ്റെപ്പ് അപ്പ് ചെയ്യാൻ പറ്റും, സ്റ്റെപ്പ് ഡൗൺ ചെയ്യാൻ പറ്റും. അങ്ങനെ കുറേ ആപ്ലിക്കേഷൻ ഉണ്ട്. നിങ്ങൾ അതിനെപ്പറ്റി ബോധരാവണ്ട. നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് AC കറണ്ടിനെ പറ്റിയാണ്. ഇപ്പോൾ ഒരു AC സിഗ്നലാണ് നമ്മൾ നമ്മൾ കൂടുതൽ ഡീൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ AC എന്ന് പറയുന്ന ഒരു സിഗ്നലിനെ ആയിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന ചില പാരാമീറ്റേഴ്സ് ലൈക്ക് പീക്ക് ടു പീക്ക് വാല്യൂ എന്താണ്, പീക്ക് വാല്യൂ എന്താണ്, ആവറേജ് വാല്യൂ എന്താണ്, RMS എന്താണ്, ഇൻസ്റ്റന്റേനിയസ് വാല്യൂസ് എന്താണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ആ ഒരു കുഞ്ഞു ടേംസ് ആണ്. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു പ്രോബ്ലം വരും. അതായിരിക്കും ഈ സെക്ഷൻ നിങ്ങൾക്ക് വരാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി ആദ്യം നമ്മൾ അതിനുവേണ്ടി ഇപ്പോൾ പറഞ്ഞ AC കറണ്ട് എന്താണെന്ന്. ഇനിയിപ്പോൾ നമുക്ക് ഒരു സൈനസോയ്ഡൽ സിഗ്നൽ എന്താണെന്ന് പറയണം. ഒരു സിഗ്നലിൻ്റെ റെപ്രസെൻറ്റേഷൻ ഇൻ ടേംസ് ഓഫ് കറണ്ട് ആൻഡ് വോൾട്ടേജ് നമുക്ക് ഒരു എക്സ്പ്രഷൻ വേണം. അത് കിട്ടാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ ഒരു കാര്യം പറയുന്നത്. ഓക്കെ, സോ വി ആർ ലുക്കിംഗ് അറ്റ് ജനറേഷൻ ഓഫ് എ സൈനസോയ്ഡൽ വേവ് ഫോം. അപ്പോൾ കൺസിഡർ, നമുക്കൊരു കോയിൽ ഉണ്ട്. അപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന പോലെ ദിസ് ഇസ് എ കോയിൽ. അപ്പോൾ ഈ കോയിൽ ഇസ് റൊട്ടേറ്റിംഗ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്നത് എന്താണ്? ദിസ് ഇസ് എ മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡ് നമ്മുടെ ഫ്ലക്സ് ലൈൻസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്, ഇങ്ങനെ പോകുന്നത്. ഓക്കെ, ഒരു കോൺസ്റ്റന്റ് യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ നമ്മൾ കോയിൽ എന്താണ് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നമ്മൾ ആദ്യം പറയുന്നത് ഇപ്പോൾ ഈ കോയിൽ റൊട്ടേറ്റ് ചെയ്യുന്നത് വിത്ത് ആൻ ആംഗുലർ വെലോസിറ്റി ഓഫ് ഒമേഗ റേഡിയൻസ് പെർ സെക്കൻഡ് ആണ്. ഓക്കെ, ആൻഡ് ഇനീഷ്യൽ ഇപ്പോൾ പറയാണ് നമ്മുടെ ഈ പറയുന്ന കോയിൽ റൊട്ടേറ്റ് ചെയ്യേണ്ട ആദ്യത ഇങ്ങനെ വന്നിരിക്കുകയാണ്. ഓക്കെ, ദിസ് കോയിൽ ഇസ് ഇൻ ദിസ് പൊസിഷൻ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നോക്കി, നമ്മൾ ഈ കോയിൽ ഇസ് ആക്ച്വലി അലൈൻ വിത്ത് ദി എക്സ് ആക്സിസ് അല്ലേ, ആണല്ലോ. സോ വെൻ ദ കോയിൽ ഇസ് അലൈൻ വിത്ത് ദ എക്സ് ആക്സിസ് നമ്മൾ അവിടെ പറയും ആ ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റന്റിലായിരിക്കും എനിക്ക് അവിടെ നിന്ന് മാക്സിമം ഫ്ലക്സ് കിട്ടുന്നത്. അപ്പോൾ അതിന് ഞാൻ 5M എന്ന് പറയാം. സോ 5M എന്ന് പറയുന്നത് ഇസ് എ മാക്സിമം ഫ്ലക്സ് വെൻ ദി കോയിൽ ഇസ് അലൈൻ വിത്ത് ദി എക്സ് ആക്സിസ്. ഓക്കെ, അത്രയും ഓക്കെ ആണല്ലോ. ഇനി പറയുന്നത് സപ്പോസ് ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന കോയിലിനെ ഞാൻ ഒരു പർട്ടിക്കുലർ ആംഗിൾ കൊണ്ട് ഞാൻ ഇത് ഇങ്ങനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്യിപ്പിച്ചു. അപ്പോൾ അങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഇറ്റ് ഇസ് റൊട്ടേറ്റിംഗ് അറ്റ് ആൻ ആംഗിൾ തീറ്റ ഈക്വൽ ടു ഒമേഗ ടി എന്ന് പറയുന്ന ആംഗിളിൽ അത് റൊട്ടേറ്റ് ചെയ്ത്. ഓക്കെ, സോ തീറ്റ ഇസ് ദ ആംഗിൾ ബൈ വിച്ച് ദ കോയിൽ ഇസ് ബീങ് റൊട്ടേറ്റിംഗ് ആൻഡ് തീറ്റ ഈക്വൽ ടു ഒമേഗ ടി ആണ്. ഓക്കെ, ആൻഡ് അപ്പോൾ അവിടെയും ഒരു കറസ്പോണ്ടിങ് ഫ്ലക്സ് ഉണ്ടാവുമല്ലോ അല്ലെ. റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് കോയിലോട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന ഒരു ഫ്ലക്സ് ഉണ്ടാവും. ആ ഫ്ലക്സിനെ ഫൈ എന്ന് പറയാമല്ലോ നമുക്ക് അല്ലേ. ആൻഡ് ആ ഫ്ലക്സിൻ്റെ ഇപ്പോൾ ഫ്ലക്സിനെ ഒരു വെക്ടറായിട്ട് കാണുകയാണെങ്കിൽ ഈ ഫ്ലക്സ് ഫൈക്ക് ഒരു നോർമൽ കമ്പോണൻറ്റും ഉണ്ടായിരിക്കും, ഒരു ടാൻജൻഷ്യൽ കമ്പോണൻറ്റ് ഉണ്ടാവും അല്ലെ. നമ്മൾ ഇൻ ടേംസ് ഓഫ് സൈൻ ആൻഡ് കോസ് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ഫ്ലക്സ് ഫൈയുടെ നോർമൽ കമ്പോണൻറ്റ്, ഓക്കെ, നോർമൽ കമ്പോണൻറ്റ് ഓഫ് ദ ഫ്ലക്സ് ഫൈനെ ഞാൻ 5M cos omega t എന്ന് പറഞ്ഞു. സോ വെൻ ദിസ് ഇസ് ദ ഫ്ലക്സ് ഐ ക്യാൻ റൈറ്റ് ദ ഫ്ലക്സ് ലിങ്കേജ് എന്ത് ചെയ്താൽ മതി, n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ N5 വിൽ ബി ഈക്വൽ ടു N5M cos omega t എന്ന് കിട്ടും. ഓക്കെ, ആൽ ദിസ് എക്സ്പ്രഷൻ. ഓക്കെ, ഇനി പറയാണ് ബൈ ഫാരഡേസ് ലോ വി ഹാവ് ദ എക്സ്പ്രഷൻ ലൈക്ക് E ഈക്വൽ ടു -n ഇൻറ്റു d5/dt. അങ്ങനെയാണെങ്കിൽ ഈ വാല്യൂ നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ അല്ലേ. ഇപ്പം നോക്കി നമുക്ക് ഇവിടെ ഇങ്ങനെയുള്ള എക്സ്പ്രഷൻ കിട്ടുന്നത് ആക്ച്വലി -dN5/dt എന്നാണ് കിട്ടുന്നത്. അതിൽ n കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ N5ക്ക് പകരം നമുക്ക് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ. ദിസ് വിൽ ബി ഈക്വൽ ടു -d/dt ഓഫ് എന്ത് കിട്ടും, N5M cos omega t. സോ ദിസ് വിൽ ബി ഈക്വൽ ടു ഇതായിരിക്കും -n ഇൻറ്റു 5M ഇൻറ്റു cos omega t. ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, sin omega t അല്ലേ. സോ -sin omega t ഇൻറ്റു എന്ത് കിട്ടും നമുക്ക്, ഒമേഗ അല്ലേ. സോ -n സോ വിൽ ബി ഈക്വൽ ടു മൈനസ് എന്ത് ചെയ്യും, പ്ലസ് ആവും. സോ പ്ലസ് ഒമേഗ N5M sin omega t എന്ന് പറഞ്ഞ് കിട്ടും അല്ലേ. ദിസ് ഇസ് എ എക്സ്പ്രഷൻ. അപ്പോൾ ഇനി നോക്കാം, നമ്മളിപ്പോൾ പറയാണ് വെൻ ദിസ് ആംഗിൾ, ഇപ്പോൾ ഈ പറയുന്ന ഒമേഗ ടി എന്ന് പറയുമ്പോൾ എന്താണ്, ഒമേഗ ടി ഈക്വൽ ടു തീറ്റ അല്ലേ. സോ വെൻ ദിസ് ആംഗിൾ തീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി, അതായത് നമ്മുടെ കോയിൽ റൊട്ടേറ്റ് ചെയ്ത് കറക്റ്റ് 90 ഡിഗ്രിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഓക്കെ, 90 ഡിഗ്രി നിൽക്കുമ്പോൾ തീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി ആണ്. അങ്ങനെ ആവുന്നെങ്കിൽ ഈ സൈൻ ഒമേഗ ടി ഈക്വൽ ടു സൈൻ തീറ്റ, സൈൻ എന്ന് പറയുമ്പോൾ എന്ത് കിട്ടും, തീറ്റ 90 ആകുമ്പോൾ സൈൻ തീറ്റ ഈക്വൽ ടു സൈൻ 90 ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും, 1 കിട്ടും അല്ലേ. അപ്പം ആ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നമ്മൾ പറയുന്നതാണ് നമ്മുടെ ഇൻഡ്യൂസ്ഡ് EMF വിൽ ബി ഹാവിങ് എ മാക്സിമം വാല്യൂ ഓഫ് ക്യാപിറ്റൽ EM. ഓക്കെ, അറ്റ് ദിസ് പർട്ടിക്കുലർ പോയിന്റ് എപ്പോഴാണ് നമ്മുടെ കോയിൽ 90 ഡിഗ്രി നിൽക്കുകയാണ്. സോ സൈൻ തീറ്റ ഈക്വൽ ടു 1 ആവും. സോ വെൻ ദിസ് കോയിൽ ഇസ് അറ്റ് 90 ഡിഗ്രി നമ്മൾ പറയാണ് വി വിൽ ബി ഗെറ്റിംഗ് അവർ മാക്സിമം വാല്യൂ ഫോർ ദി ഇൻഡ്യൂസ്ഡ് EMF ആസ് EM എന്ന് കിട്ടും. അപ്പോൾ ഈ എക്സ്പ്രഷനിൽ നോക്കിയേ, ഈ എക്സ്പ്രഷനിൽ E ഈക്വൽ ടു ഇങ്ങനെയല്ലേ കിട്ടിയേ. സോ വെൻ വി ആർ അപ്ലൈങ് ദോസ് ടു കണ്ടീഷൻ, തീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി ആവുന്ന സമയത്ത് ദ C ക്യാൻ ബി റിട്ടൺ ആസ് ഈക്വൽ ടു EM വിൽ ബി ഈക്വൽ ടു ഇത് എങ്ങനെ പറയും,
ഒമേഗ എൻ ഫൈ എം സൈൻ എന്ത് കിട്ടും 90, അതായത് 1. അപ്പോൾ സൈൻ ടേം 1 ആയിട്ട് മാറും. സോ ദിസ് വിൽ ബി ഈക്വൽ ടു എങ്ങനെ കിട്ടും നമുക്ക് ഒമേഗ എൻ ഫൈ എം എന്ന് കിട്ടുമല്ലോ, സെക്കൻഡ് എക്സ്പ്രഷൻ. ഓക്കെ, ആൻഡ് ദിസ് ഇസ് ഓ ഫസ്റ്റ് എക്സ്പ്രഷൻ. ഓക്കെ, ഇൻ ഇന്ത്യ വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ദാറ്റ് വാല്യൂ ഇൻ ഹിയർ. അതായത് ഒമേഗ എൻ ഫൈ എം ഇത്രയും ടേമിന് വരെ നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ഇ എം ചെയ്യാമല്ലോ. സോ ഫ്രം ദി ഫസ്റ്റ് ഇക്വേഷൻ ഐ എം റൈറ്റിംഗ് ഇറ്റ് ആസ് ഇ വിൽ ബി ഈക്വൽ ടു എന്താണ്, ഇ ആയിട്ട് തന്നെ ഇടാം. ഓക്കെ, സോ ഇ വിൽ ബി ഈക്വൽ ടു ഇത്രയും ടേമിന് വരുന്ന സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും നമ്മൾ ഇ എം അല്ലേ. സോ ഇ എം സൈൻ തീറ്റ എന്ന് കിട്ടും, അല്ലെങ്കിൽ സൈൻ ഒമേഗ ടി എന്ന് കിട്ടും നമുക്ക് അല്ലേ. അപ്പോൾ ഇതെന്താണ്, ദിസ് ഇസ് എ എക്സ്പ്രഷൻ ഫോർ ദി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ആണ്. അപ്പോൾ നമ്മൾ ഇൻഡ്യൂസ്ഡ് ഇൻ ദ കേസ് ഓഫ് ഓൾട്ടർനേറ്റിംഗ് കറണ്ടല്ലേ നമ്മൾ എടുത്തേ. സോ ഇൻഡ്യൂസ്ഡ് ഓൾട്ടർനേറ്റിംഗ് ഇ എം എഫിൻ്റെ വാല്യൂ നമ്മളിപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഇതുപോലെ തന്നെ എനിക്ക് എന്തും പറയാൻ പറ്റും, ഇൻഡ്യൂസ്ഡ് ഓൾട്ടർനേറ്റിംഗ് കറണ്ടിൻ്റെ വാല്യൂവും പറയാൻ പറ്റും. ഓക്കെ, വിച്ച് വിൽ ബി റിട്ടൺ ആസ് ഈക്വൽ ടു ഐ. ഐ വിൽ ബി ഈക്വൽ ടു ഐയുടെ കറസ്പോണ്ടിങ് മാക്സിമം വാല്യൂ ഐ എം സൈൻ ഒമേഗ ടി. സോ ദിസ് ഇസ് എ വാല്യൂ ഓഫ് നമ്മുടെ എന്താണ് ഇ എൻ എം. ഇനി സപ്പോസ് ഞാനിപ്പോൾ ഒമേഗ എന്ന് പറയുമ്പോൾ എന്താണ് 2πf അല്ലേ. ഒമേഗ ഈക്വൽ ടു എന്താ വരുന്നത് 2πf ആണ്. ആൻഡ് ദിസ് ഫ്രീക്വൻസി നമ്മുടെ ടൈം പീരിയഡ് റിലേഷൻ എങ്ങനെയാണ്, എഫ് ഈക്വൽ ടു 1/t. സോ ദിസ് വിൽ ബി ഈക്വൽ ടു 2π/t എന്ന് പറഞ്ഞൂടെ എനിക്ക്. അപ്പോൾ ഇതിവിടെ റീപ്ലേസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ദിസ് വിൽ ബി ഈക്വൽ ടു 2π സ്മോൾ ടി ബൈ ക്യാപിറ്റൽ ടി. ഓക്കെ, ഇങ്ങനെ കിട്ടും. അതേപോലെ ഇവിടെ സൈൻ ഒമേഗ ടിക്ക് പകരം സൈൻ 2π/t ഇൻറ്റു ക്യാപിറ്റൽ ടി എന്ന് പറയും, വേറെ ഓൾട്ടർനേറ്റ് എക്സ്പ്രഷൻ. നമ്മൾ എ സി കറണ്ടിൻ്റെ കുറച്ച് പാരാമീറ്റേഴ്സ് നോക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നമുക്കറിയാം പീക്ക് വാല്യൂ എന്താ, ഒരു സിഗ്നൽ തന്നേക്കാണെങ്കിൽ ഈ സിഗ്നലിൻ്റെ ഏറ്റവും ടോപ്പസ്റ്റ് വാല്യൂ അല്ലെ, ആംപ്ലിറ്റ്യൂഡ് വൈസ് അതിൻ്റെ ടോപ്പ് വാല്യൂ നമ്മൾ പീക്ക് വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഈ ഒരു ഇതായിരിക്കും ഈ ഒരു ആംപ്ലിറ്റ്യൂഡ് നമ്മൾ പീക്ക് ടു പീക്ക് റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെയാണ് എന്താണ് ആവറേജ് വാല്യൂ. ഓക്കെ, ഇപ്പോൾ ഈ കാണുന്നുണ്ടോ, ഇപ്പോൾ എന്താണ്, ദിസ് ഇസ് എ സിമെട്രിക്കൽ സിഗ്നൽ. ഇതിപ്പോൾ ഒരു സൈനസോയ്ഡൽ സിഗ്നൽ അല്ല, ഒരു പാർട്ടിക്കുലർ സിഗ്നൽ അല്ല, ജസ്റ്റ് ഒരു ഡിസ്റ്റോർട്ടഡ് സിഗ്നലാണ്. പക്ഷെ നോക്കി ഇത് സിമെട്രിക്കലാണ്. നമ്മൾ ഇതിനെ പോസിറ്റീവ് ഹാഫ് സൈക്കിളെന്നും ഇതിനെ നെഗറ്റീവ് ഹാഫ് സൈക്കിളെന്നും പറയും അല്ലേ. അപ്പോൾ ഈ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ നോക്കി, അതുപോലെ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ നമ്മൾ ഓവർ ഡിഫറെൻറ്റ് ടൈം ഇൻസ്റ്റൻറ്റ്, ഈ എക്സ് ആക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ടൈം കാണിച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓരോ പാർട്ടിക്കുലർ ടൈം 0, 1, 2, 3 എക്സെട്ര അപ് ടു 6 വരെ ഇത്രയും ടൈം ഇൻസ്റ്റൻസിൽ നമുക്ക് ഓരോ വാല്യൂസ് ഉണ്ട് കണ്ട് കൂടി പോകുന്നത്. ആ വാല്യൂസ് എല്ലാം എന്തിൻ്റെ വാല്യൂസ് ആണ്, കറണ്ടിൻ്റെ വാല്യൂസ്. ഐ ഓഫ് ടി എന്ന് പറയുന്ന ഒരു കറണ്ടിൻ്റെ ഓരോ വാല്യൂസിൽ കിട്ടും. ഇപ്പോൾ നോക്കി, ഇപ്പോൾ ഈ 1 എന്ന് പറയുന്ന ടൈം പീരീഡിൽ എനിക്കിത് ഒരു കറണ്ടിൻ്റെ വാല്യൂ കിട്ടും, സപ്പോസ് 2 ആംപിയർ ആയിരിക്കും. അപ്പോൾ ഇത് 2 എന്ന് പറയുന്ന ഇൻസ്റ്റൻറ്റിൽ എനിക്ക് 4 ആംപിയർ കിട്ടും. അങ്ങനെ പല വാല്യൂസ് ഓഫ് കറണ്ട് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ എന്താണ് ആവറേജ് വാല്യൂ പറയുന്നത്. അപ്പോൾ ഇത് ഇങ്ങനത്തെ ഒരു സിഗ്നൽ, അപ്പോൾ ഇതിപ്പോൾ ഡിസ്റ്റോർട്ടഡ് സിഗ്നൽ ആണെങ്കിൽ പോലും എന്ന് വെച്ചാൽ എന്താണ്, അതൊരു സ്പെസിഫിക് സൈനെന്നോ റെക്റ്റാങ്കിൾ ഒന്നും പറയാൻ പറ്റത്തില്ല. പക്ഷേ എന്താണ്, സിമെട്രിക്കലാണ്. ഇതും സിമെട്രിക്കൽ അല്ലേ, ആണ്. അപ്പോൾ ഒരു സിമെട്രിക്കൽ സിഗ്നൽ എടുത്തിട്ട് ആ സിഗ്നലിനെ ഓക്കെ, ഇതെന്താണ് ഒരു സിമെട്രിക്കൽ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ആണ്. ഓക്കെ, അപ്പോൾ ദിസ് ഇസ് എൻ ഓൾട്ടർനേറ്റിംഗ് സിഗ്നൽ. അപ്പോൾ ഇതിൻ്റെ ഇങ്ങനത്തെ ഒരു സിമെട്രിക്കൽ ഒരു ഓൾട്ടർനേറ്റിംഗ് കറണ്ടിൻ്റെ എടുത്തിട്ട് ഇങ്ങനത്തെ ഒരു വേവ് ഫോം എടുത്തിട്ട് ഇതിൻ്റെ ആവറേജ് എടുക്കുകയാണ് ഓവർ ദി എൻറ്റയർ ടൈം പീരീഡ്. അതായത് നോക്കി, നമുക്കിത് ഇതൊരു ഹാഫ് പീരീഡ് ആണ്, ഇതൊരു ഹാഫ് സൈക്കിൾ എന്ന് പറയാൻ പറ്റും. ഓക്കെ, പോസിറ്റീവ് ഹാഫ് സൈക്കിൾ. ഒരു സൈക്കിൾ എന്ന് പറയുമ്പോൾ അത് സ്റ്റാർട്ട് ചെയ്ത് നോക്കി ഇവിടെ തിരിച്ചു വരണം, ഇതിനാണ് നമ്മൾ സൈക്കിൾ എന്ന് പറയുന്നത്. ആൻഡ് ഇത് തൊട്ട് ഇതുവരെ എടുക്കുന്ന ടോട്ടൽ ടൈമിനെയാണ് ഞാൻ ഒരു ടൈം പീരീഡ് എന്ന് പറയുന്നത്. ടൈം പീരീഡ് ടി എന്ന് പറയും. ഓക്കെ, ടൈം പീരീഡിൻ്റെ 1/t എടുക്കുകയാണെങ്കിൽ എനിക്ക് എന്ത് കിട്ടും, ഫ്രീക്വൻസി എഫ് കിട്ടും. ഓക്കെ, ഫ്രീക്വൻസി കിട്ടും. അപ്പോൾ അതാണ് നമ്മൾ ടൈം പീരീഡും ഫ്രീക്വൻസിയും നമ്മൾ പറയുന്ന റിലേഷൻ. സിമിലർലി ഇപ്പോൾ ഇവിടുത്തെ കേസ് എന്താ പറഞ്ഞത്, ദിസ് ഇസ് എ സിമെട്രിക്കൽ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് വേവ് ഫോം ആണ്. ആൻഡ് ഇവിടുത്തെ കേസിൽ നമ്മൾ ടോട്ടൽ ആവറേജ് എടുക്കുകയാണെങ്കിൽ, അതായത് ഐ ആവറേജ്, നമ്മൾ ആവറേജ് കറണ്ട് എടുക്കുകയാണെങ്കിൽ, ആവറേജ് ഓൾട്ടർനേറ്റീവ് കറണ്ട് എടുക്കുകയാണെങ്കിൽ ആ വാല്യൂ ഈക്വൽ ടു 0 ആവും. കാരണം നമ്മൾ ആവറേജിങ് എന്ന് പറയുന്നത് എടുക്കുന്നത് എന്താണ്, ആക്ച്വലി നോക്കി നമ്മളിപ്പോൾ ഈ ഒരു ഹാഫ് സൈക്കിൾ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഓരോ ഇൻ്റർവെൽസിലും നമുക്ക് ഓരോ വാല്യൂസ് ഓഫ് കറണ്ട് അല്ലേ, നമ്മൾ അതെല്ലാം ആഡ് ചെയ്യണം. ആ ആഡ് ചെയ്യാണ് ഓരോ പാർട്ടിക്കുലർ ടൈം ഇൻ്റർവെൽ അല്ല. ആഡ് എന്നും ഇൻ്റഗ്രേഷൻ എന്ന് പറയാമല്ലോ, അല്ല ഇൻ്റഗ്രേറ്റിംഗ് ഓവർ ദ ലിമിറ്റ് ഫ്രം 0 to 6 എന്ന് പറയുകയാണെങ്കിലും 0ക്കും 6ൻ്റെ ഇടയ്ക്കുള്ള എല്ലാ വാല്യൂസിനും ഞാൻ ആഡല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഒന്നുകിൽ എനിക്ക് പറയാം ആഡിങ് ദ കണ്ടൻസ് ഓഫ് എ പാർട്ടിക്കുലർ ടൈം ഇൻ്റർവെൽ, അല്ലെങ്കിൽ എന്താ നമുക്ക് ഇൻ്റഗ്രേറ്റിംഗ് ഓവർ ദ സെയിം ഇൻ്റർവെൽ, രണ്ടും സെയിമാ പറയുന്നത്. സോ ആഡിങ് ഓർ സബ്ട്രാക്ടിങ് ദ കണ്ടൻസ് ഓവർ എ പാർട്ടിക്കുലർ ടൈം ഇൻ്റർവെല്ലിൽ നമ്മൾ എന്ത് പറയുന്നത്, ആവറേജിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ കേസിൽ നോക്കി, ഈ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഇതൊരു സിമെട്രിക്കൽ വേവ് ഫോമിൻ്റെ കേസിൽ നമ്മൾ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഇപ്പോൾ ഞാൻ ഇവിടെ ആവറേജ് എടുക്കുകയാണ്. ഇപ്പോൾ 2, 4, 6, 8 അങ്ങനെ എക്സ്ട്രാ പോകുമല്ലോ. ഇതേപോലെ താഴെ നമുക്ക് വരുമല്ലോ -2, -4, -6 എന്ന് പോകും. സപ്പോസ് ഇവിടെ കിട്ടിയ വാല്യൂ ഈക്വൽ ടു നമുക്ക് 8 ആംപിയർ എന്ന് കിട്ടി.
ഇനിയിപ്പോൾ ഇത് തൊട്ട് ഇതുവരെ ആവറേജ് എടുത്തു, അടുത്തത് ഈ ഇൻ്റർവൽ എടുക്കണ്ടേ അല്ല. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഇതുവരെ പോകുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഇതേപോലെ നമുക്ക് ഇൻ്റർവെൽസ് വരും. പക്ഷേ ആഡ് ചെയ്യുമ്പോൾ വാല്യൂസ് നോക്കിയാൽ -2, -4, -6 നമ്മൾ ആഡ് ചെയ്യും. ഇവിടെ നമ്മൾ 2, 4, 6, 8 ആഡ് ചെയ്തപോലെ ഇവിടെ ചെയ്തപ്പോൾ -2, -4 എന്ന് കിട്ടി. സപ്പോസ് എനിക്ക് കിട്ടിയ വാല്യൂ -8 ആണ്. അങ്ങനെയല്ലേ കിട്ടും. ഇത് സിമെട്രിക്കൽ ആയതുകൊണ്ട് മുകളിൽ എന്ത് വാല്യൂ ആണോ അതിൻ്റെ നേരെ സൈൻ വൈസ് ഓപ്പോസിറ്റ് വാല്യൂ എനിക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മൾ ആവറേജ് എന്താ ചെയ്യുന്നത്? അപ്പോൾ ഇത് തൊട്ട് ഇതുവരെയുള്ള ഫുൾ വാല്യൂസിൻ്റെയും സമ്മേഷൻ. സോ ഇവിടുത്തെ A പ്ലസ് ഇവിടുത്തെ -8 ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? 0 കിട്ടത്തുള്ളൂ. അതാ പറഞ്ഞത്. അപ്പോൾ ആവറേജ് വാല്യൂ ഫോർ ഒരു സിമെട്രിക്കൽ വേവ് ഫോം എപ്പോഴും 0 ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ടോട്ടൽ ഹാഫ് സൈക്കിൾ എടുക്കണ്ട, ഈ ടോട്ടൽ സൈക്കിൾ എടുക്കണ്ട, നമ്മൾ ഹാഫ് സൈക്കിൾ എടുത്താൽ മതി. ഒന്നുകിൽ നമ്മുടെ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ എടുക്കുക, ഇല്ലെങ്കിൽ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ എടുക്കുക. എന്നിട്ട് ആ ഒരു ഹാഫ് സൈക്കിളിൻ്റെ മാത്രം ആവറേജ് എടുത്താൽ മതി. മനസ്സിലായോ? അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നോക്കിയാൽ ആഡിങ് ഓർ ഇൻ്റഗ്രേറ്റിംഗ് ദ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂസ് ഓഫ് കറണ്ട് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഏത് ടൈം ഇൻസ്റ്റൻറ്റിലാണോ നിൽക്കുന്നത് ആ ഇൻസ്റ്റൻറ്റിലുള്ള പെർട്ടിക്കുലർ കറണ്ട്. മനസ്സിലായോ? ഓക്കെ. അപ്പോൾ ഓവർ 1 ഹാഫ് സൈക്കിൾ അതാണ് നമ്മൾ ചെയ്യുന്നത്. ഇൻ്റെ കേസ് ഓഫ് എന്താണ്? ആവറേജ് വാല്യൂ. ഓക്കെ. ഇനി ആവറേജ് വാല്യൂ നമ്മൾ I ആവറേജ് എന്ന് എടുക്കുന്നത് ആവറേജ് വാല്യൂ ഓഫ് ആൻ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് I സഫിക്സിൽ AV ആവറേജ് വിൽ ബി ഈക്വൽ ടു ഫോർമുല നോക്കി ഏരിയ ഓവർ 1 ഹാഫ് സൈക്കിൾ ഡിവൈഡഡ് ബൈ ദ ടൈം പീരീഡ് ഓഫ് ദ ഹാഫ് സൈക്കിൾ അല്ലെങ്കിൽ ടോട്ടൽ ടൈം. ഓക്കെ. ഇപ്പോൾ ഇവിടുത്തെ കേസിൽ ഇഫ് ദിസ് ഇസ് 0 ആൻഡ് ദിസ് ഇസ് T ടൈം പീരീഡ് ആണെങ്കിൽ എക്സാക്ട് ഹാഫ് എന്ന് പറയുമ്പോൾ T/2 ആയിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ ഇതിനെ ഫോർമുല വെച്ച് കഴിയുമ്പോൾ നോക്കിയേ 1 ഡിവൈഡഡ് ബൈ T/2 നമ്മുടെ ഹാഫ് പീരീഡ് അല്ലേ T/2 ഓവർ ദ ഇൻ്റഗ്രൽ. നമുക്ക് അഡീഷൻ എടുക്കാം ഇൻ്റഗ്രേഷൻ എടുക്കാം. നമ്മൾ ഫോർമുല വൈസ് എന്താ പറയുന്നത്? ഇൻ്റഗ്രേഷനിലാണ് പറയുന്നത്. ഇൻ്റഗ്രൽ ഓവർ ദ ലിമിറ്റ് ഫ്രം 0 to T/2 ഹാഫ് പീരീഡ് ആണ്. ഓക്കെ. I(t) dt. I(t) എന്താണ്? നമ്മുടെ സിഗ്നൽ ആണ്. ഓക്കെ. അപ്പോൾ ഇതിനെ എനിക്ക് മാറ്റി എങ്ങനെ എഴുതാൻ പറ്റും? 1/T/2 എന്ന് പറയുമ്പോൾ എന്തായിട്ട് മാറുന്നത്? 2/T എന്നാവത്തില്ലേ? ഓക്കെ. 2/T ഇൻ്റഗ്രൽ I(t) dt. അപ്പോൾ ദിസ് ഇസ് ദ ഇക്വേഷൻ ഫോർ എന്താണ്? I ആവറേജ്. ഓക്കെ. സിമിലർലി നമുക്ക് അടുത്ത വരുന്നതാണ്. ഇപ്പോൾ നമ്മൾ ആവറേജ് വാല്യൂ പറഞ്ഞ പോലെയാണ് എനിക്ക് വരുന്നത് റൂട്ട് മീൻ സ്ക്വയർ. റൂട്ട് മീൻ സ്ക്വയർ RMS വാല്യൂ എന്ന് പറയും. നിങ്ങൾ അതിന് ഒരുപാട് കേൾക്കാൻ വന്നിട്ടാണ് RMS വാല്യൂ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ. RMS വാല്യൂ ഓഫ് കറണ്ട്, RMS വാല്യൂ ഓഫ് വോൾട്ടേജ് എന്നൊക്കെ പറയും. ഓക്കെ. അപ്പോൾ IRMS ഇങ്ങനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് I സഫിക്സിൽ RMS സ്മോൾ ലെറ്റർ. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ കേസിൽ ഇങ്ങനത്തെ വേവ് ഫോം നോക്കാം. ഓക്കെ. ഇപ്പോൾ ഇതൊരു സിമെട്രിക്കൽ വേവ് ഫോം എന്നത് ഇങ്ങനെ പോകുന്നുണ്ട്. ആൻഡ് ഈ വേവ് ഫോം എന്ന് പറയുമ്പോൾ I²T നമ്മൾ I(t) അല്ല കറണ്ടിൻ്റെ സ്ക്വയർഡ് വേവ് ഫോം ആണ്. ഓക്കെ. അപ്പോൾ I²T എന്ന് പറയുന്നൊരു സിഗ്നൽ ഇവിടെ കാണിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ RMSൻ്റെ IRMSൻ്റെ ഇക്വേഷൻ നോക്കി റൂട്ട് ഓഫ് ഏരിയ ഓഫ് ദ I² കർവ്. ഈ I² കർവിൻ്റെ ഏരിയ എന്താണോ ഓവർ 1 ഹാഫ് സൈക്കിൾ. ഇവിടെ നോക്കി 0 to T വരെ ഉണ്ട്, അതിൻ്റെ ഹാഫ് T/2 വരെ നമ്മൾ എടുക്കുന്നത്. ഓക്കെ. ഡിവൈഡഡ് ബൈ ടൈം പീരീഡ് ഓവർ ദി ഹാഫ് സൈക്കിൾ എന്ന് പറയുമ്പോൾ നമ്മൾ നോക്കിയേ ആവറേജിലെടുത്ത സെയിം ഇക്വേഷൻ അല്ലേ. എന്താ ഡിഫറൻസ് തന്നെ? നമ്മൾ റൂട്ടും എടുത്തു, അതേപോലെ ഇവിടെ ഏരിയ ഓവർ നമ്മുടെ I(t) സിഗ്നൽ ആണെങ്കിൽ ഇവിടെ ഏരിയ ഓവർ ദി I²T സിഗ്നൽ. I²T എന്ന് പറയാം. ഓക്കെ. അപ്പോൾ ഫോർമുല വെച്ച് കഴിയുമ്പോൾ നോക്കിയാൽ റൂട്ട് ഓഫ് 1/T/2 ഓവർ ഇൻ്റഗ്രൽ 0 to T/2 I²T dt. ഇതുമായിട്ടും സിമിലർ അല്ലേ. നമ്മളിവിടെ എന്താ ചേഞ്ച് വരുത്തേ? ഇവിടെ I²T വരേണ്ടേ. അപ്പോൾ ദിസ് വിൽ ബി ഈക്വൽ ടു 1/T/2 എന്ന് പറയുമ്പോൾ 2/T. അപ്പോൾ ഇതാണ് I²RMSൻ്റെ ഫോർമുല എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് വൺ വരുന്നതാണ് അബൌട്ട് ദി പീക്ക് ഫാക്ടർ. ഇപ്പോൾ പീക്ക് ഫാക്ടർ നോക്കി നമ്മൾ KP എന്നാണ് പറയുന്നത്. K സഫിക്സ് P will be equal to maximum value of the alternating quantity. എന്ന് വെച്ചാൽ ഓൾട്ടർനേറ്റീവ് ക്വാണ്ടിറ്റി എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഡീൽ ചെയ്യുന്നത് വോൾട്ടേജ് വേവ് ഫോം ആണെങ്കിൽ മാക്സിമം വാല്യൂ ഓഫ് ദാറ്റ് വോൾട്ടേജ്. ഓക്കെ. അല്ലെങ്കിൽ ഇപ്പോൾ മാക്സിമം വാല്യൂ ഓഫ് ദാറ്റ് പർട്ടിക്കുലർ കറണ്ട് ഡിവൈഡഡ് ബൈ RMS വാല്യൂ. സിമിലർലി നമ്മൾ ഫോം ഫാക്ടർ എന്ന് പറയുമ്പോൾ നോക്കിയാൽ KF, K സഫിക്സ് F ആണ്, വിച്ച് വിൽ ബി ഈക്വൽ ടു ദ RMS വാല്യൂ ഡിവൈഡഡ് ബൈ ദി ആവറേജ് വാല്യൂ. ഓക്കെ. അപ്പോൾ അങ്ങനെയാണ് ഫോം ഫാക്ടറും പീക്ക് ഫാക്ടറും വരുന്നത്. ഓക്കെ. സോ കൺസിഡർ ഒരു സൈനസോഡൽ വേവ് ഫോം. ഈ കാണിച്ചിരിക്കുന്ന പോലെ ഒരു സൈൻ വേവ് ഫോം ആണ്. റേഞ്ചിങ് ഫ്രം നോക്കി ഇതിൻ്റെ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ 0, π, 2π 3 പോയിന്റ്സ്. ഓക്കെ. ആൻഡ് സിഗ്നലിൽ ഞാൻ V എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ്സ് കറണ്ട് I ആയിരിക്കും. ഓക്കെ. ആൻഡ് ഈ സിഗ്നലിൻ്റെ മാക്സിമം വാല്യൂവിന് ഞാൻ VM എന്നും പറയണം. ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഈ സിഗ്നലിൻ്റെ RMS വോൾട്ടേജ്, RMS കറണ്ട്, പീക്ക് ഫാക്ടർ, ഫോം ഫാക്ടർ, ഈ 4 ഫാക്ടേഴ്സ് ആയിരിക്കും, 4 ടേംസ് ആയിരിക്കും നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ഞാൻ കണ്ടുപിടിക്കാൻ പോകുന്നത് നോക്കിയേ വി ആർ ഫൈൻഡിങ് ദ വാല്യൂ. അപ്പം ഈ പറയുന്ന സിഗ്നലിനെ എനിക്ക് V എന്നല്ല ഞാൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ആണല്ലോ. V സിഗ്നലാണ് വിച്ച് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ബൈ VM സൈൻ തീറ്റ. ഓക്കെ. സോ ദിസ് ഇസ് ഹൗ ഐ റെപ്രസെൻറ്റ് ഈ ഒരു സിഗ്നൽ. സൈൻ സിഗ്നലിൻ്റെ ഇക്വേഷനാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഐ ക്യാൻ റൈറ്റ് ദി ഇക്വേഷൻ ഫോർ VRMS എന്താണ് ഫോർമുല വരുന്നത്? റൂട്ട് ഓഫ് 1/T ഇൻ്റഗ്രൽ 0 to T
വി ഓഫ് ടി ദ ഹോൾ സ്ക്വയർ ഇൻറ്റു ഡി ടി എന്നല്ല വരുന്നത്. ഓക്കെ, നമ്മൾ ആർ എം എസ് വോൾട്ടേജ് എടുക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഈ ഫുൾ സൈക്കിളും കൺസിഡർ ചെയ്യും. അല്ല, അതായത് 0 to pi, pi to 2pi. So the integral becomes 1 by 2pi, integral 0 to 2pi, integral വരും. Okay, root. So this will be equal to root of 1 by 2pi, integral 0 to 2pi. എന്ത് വരും? വി ഓഫ് ടി എന്ന് പറയുമ്പോൾ ബേസിക്കൽ അല്ലേ, വി എം സൈൻ തീറ്റ ദ ഹോൾ സ്ക്വയർ അല്ലേ. സോ വി എം സ്ക്വയർ ഇൻറ്റു സൈൻ സ്ക്വയർ തീറ്റ ഇൻറ്റു ഡി തീറ്റ. അതിലെ വി എം സ്ക്വയർ പുറത്തെടുക്കാൻ പറ്റുമല്ലോ, നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റും. സോ ദിസ് ഇസ് വി എം സ്ക്വയർ ഇൻറ്റു ഇൻറ്റഗ്രൽ സൈൻ സ്ക്വയർ തീറ്റ. ഇൻറ്റഗ്രൽ സൈൻ സ്ക്വയർ തീറ്റ എങ്ങനെ എഴുതാൻ പറ്റും? സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് 1 മൈനസ് കോസ് 2 തീറ്റ ഡിവൈഡ് ബൈ 2 എന്നല്ലേ വരുന്നത് അല്ലേ. അടുത്ത ടേമിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ 2നെ പുറത്ത് കൊണ്ടുവരാൻ പറ്റും അല്ലേ. സോ ദിസ് ബിക്കംസ് 4pi. സോ ദിസ് ബിക്കംസ് 1 അല്ലേ. ഇനി എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. സോ ദിസ് വിൽ ബി ഈക്വൽ ടു റൂട്ട് ഓഫ് വി എം സ്ക്വയർ ഡിവൈഡ് ബൈ 4pi ഇൻറ്റഗ്രൽ ഈ ഒരു ടേം. ഇൻറ്റഗ്രൽ 1 എന്ന് പറയുമ്പോൾ എന്താണ്? തീറ്റ. സോ തീറ്റ മൈനസ് കോസ് 2 തീറ്റ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? മൈനസ് സൈൻ 2 തീറ്റ ഡിവൈഡ് ബൈ 2 അല്ലേ. റേഞ്ചിങ് ഫ്രം 0 to 2pi. ഇതല്ലേ ഇൻറ്റഗ്രേഷൻ എന്ന് പറയുന്നത് അല്ലേ. ഇനി ഇൻറ്റഗ്രേഷൻ നമുക്ക് ചെയ്യാം. ഇൻറ്റഗ്രേഷൻ ചെയ്യുന്ന സമയത്ത് ഇവിടെ 2pi മൈനസ് 0 മൈനസ് സൈൻ 4pi ബൈ 2 മൈനസ് സൈൻ 0. അതായത് വിൽ ബി ഈക്വൽ ടു നമുക്ക് എന്ത് മാത്രമേ കിട്ടത്തുള്ളൂ ഇവിടെ? റൂട്ട് ഓഫ് വി എം സ്ക്വയർ ഡിവൈഡ് ബൈ 4pi മൾട്ടിപ്ലൈഡ് ബൈ ഇവിടുത്തെ 2pi മാത്രം കിട്ടും. ഇപ്പോൾ 2 ടു ക്യാൻസൽ ആകുന്ന സമയത്ത് പൈയും പൈയും പോവും, 2ഉം 2ഉം പോവും. അതായത് റൂട്ട് ഓഫ് വി എം സ്ക്വയർ ഡിവൈഡ് ബൈ എന്ത് കിട്ടും നമുക്ക്? 2 വിച്ച് ഇസ് ഈക്വൽ ടു എന്താണ്? വി എം ബൈ റൂട്ട് 2. അതായത് ദ എക്സ്പ്രഷൻ ഫോർ വി ആർ എം എസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി? വി എം ബൈ റൂട്ട് 2. സിമിലർലി തന്നെ ദ എക്സ്പ്രഷൻ ഫോർ ഐ ആർ എം എസും വിൽ ബി ഈക്വൽ ടു എന്തായിരിക്കും? ഐ എം ദ മാക്സിമം വാല്യൂ ഓഫ് കറണ്ട് വേവ് ഫോം ഡിവൈഡ് ബൈ റൂട്ട് 2 എന്ന് കിട്ടും. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ഇതിൻ്റെ ഫോമുല, നമ്മുടെ ആർ എം എസ് വോൾട്ടേജ് ആൻഡ് ദി ആർ എം എസ് കറണ്ടിൻ്റെ. ഓക്കെ, അപ്പോൾ ഇതറിയാമെങ്കിൽ ഇനി നമുക്ക് അടുത്ത് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? നമുക്ക് ആവറേജ് വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. അപ്പം സോ എക്സ്പ്രഷൻ ഫോർ വി ആവറേജ് വിൽ ബി ഈക്വൽ ടു എന്തായിരിക്കും? നമുക്ക് റൂട്ട് കാണത്തില്ല, 1/t ഇൻറ്റഗ്രൽ 0 to t വി ഓഫ് ടി ഡി ടി എന്നല്ല കിട്ടുന്നത് അല്ലേ. ഇനി നമ്മൾ ആവറേജിൻ്റെ കേസ് എടുക്കുന്നുണ്ട്. ദിസ് ഇസ് എ സിമെട്രിക്കൽ വേവ് ഫോം, അതുകൊണ്ട് നമ്മൾ ഒരു ഹാഫ് സൈക്കിൾ എടുക്കുന്നുള്ളൂ. സോ 0 to pi വരെ എടുത്താൽ മതി ലിമിറ്റ്. സോ ദിസ് വിൽ ബി ഈക്വൽ ടു എന്തായിരിക്കും? 1/pi ഇൻറ്റഗ്രൽ 0 to pi വി ഓഫ് ടി എന്ന് പറയുമ്പോൾ എന്താണ്? വി എം സൈൻ തീറ്റ ഡി തീറ്റ. ഓക്കെ, വി എം എന്ന് പറഞ്ഞ കോൺസ്റ്റന്റ് ചിലപ്പോൾ പുറത്തെടുക്കാൻ പറ്റും. സോ വി എം ബൈ പൈ ഇൻറ്റഗ്രൽ സൈൻ തീറ്റ ഡി തീറ്റ റേഞ്ചിങ് ഫ്രം 0 to pi വിച്ച് ഇസ് ഈക്വൽ ടു എന്താണ്? മൈനസ് കോസ് തീറ്റ. മൈനസ് കോസ് തീറ്റ റേഞ്ചിങ് ഫ്രം 0 to pi ഇങ്ങനെ വരും. വിച്ച് വിൽ ബി ഈക്വൽ ടു ഇതിൻ്റെ വാല്യൂ എന്ത് കിട്ടും? 1 കിട്ടും. സോ 2 വി എം ബൈ പൈ എന്ന് കിട്ടും. സോ വെൻ വി ആവറേജ് ഈക്വൽ ടു 2 വി എം ബൈ പൈ ആണെങ്കിൽ ഐ ആവറേജ് ഓൾസോ വിൽ ബി ഈക്വൽ ടു എന്തായിരിക്കും? 2 ഐ എം ബൈ പൈ എന്ന് കിട്ടും. സോ ദിസ് ഇസ് എക്സ്പ്രഷൻ ഫോർ വി ആവറേജ്. ആൻഡ് നമ്മുടെ വി ആർ എം എസിൻ്റെ വാല്യൂ എന്ന് പറയുമ്പോൾ വി ആർ എം എസ് ഈക്വൽ ടു വി എം ബൈ റൂട്ട് 2. ഓക്കെ, സിമിലർലി ഐ ആർ എം എസ് വിൽ ബി ഈക്വൽ ടു ഐ എം ബൈ റൂട്ട് 2 എന്ന് കിട്ടും. ഓക്കെ, സോ ഇഫ് വി നോ ബോത്ത് ദീസ് വാല്യൂസ് വി ക്യാൻ ഫൈൻഡ് എ വാല്യൂ ഫോർ പീക്ക് ഫാക്ടർ ആൻഡ് ഫോം ഫാക്ടർ അല്ലേ. സോ ഫസ്റ്റ് വൺ നമ്മൾ തേർഡ് വൺ ചെയ്യുന്നതാണ് പീക്ക് ഫാക്ടർ. ഓക്കെ, പീക്ക് ഫാക്ടർ എന്ന് പറയുമ്പോൾ നമുക്ക് കെ പി എന്ന് പറയാം. വിച്ച് വിൽ ബി ഈക്വൽ ടു എന്തായിരിക്കും? എൻ്റെ മാക്സിമം വാല്യൂ ഡിവൈഡഡ് ബൈ ആർ എം എസ് വാല്യൂ. മാക്സിമം വാല്യൂ ഇവിടെ എന്താണ് വാല്യൂ വരുന്നത്? വി എം അല്ലേ. സോ വി എം എന്ന് പറയുന്ന വാല്യൂ ഡിവൈഡ് ബൈ ആർ എം എസിൻ്റെ വാല്യൂ എന്താണ് നമുക്ക് കിട്ടിയത്? ഇവിടെ എന്താണ്? വി എം ബൈ റൂട്ട് 2. വി എം ബൈ റൂട്ട് 2 ഇതിലായിട്ട് ക്യാൻസൽ ആവും. വിച്ച് വിൽ ബി ഈക്വൽ ടു റൂട്ട് 2 എന്ന് കിട്ടും. ഇനി നെക്സ്റ്റ് വൺ ആണ് ഫോം ഫാക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ഫോം ഫാക്ടർ എന്ന് പറയുന്നത് വിൽ ബി ഈക്വൽ ടു നമ്മൾ കെ എഫ് എന്ന് പറയാം. വിച്ച് വിൽ ബി ഈക്വൽ ടു ആർ എം എസ് വാല്യൂ ബൈ ആവറേജ് വാല്യൂ ആയിരിക്കും വരുന്നത്. ആർ എം എസ് വാല്യൂ എന്താ വരുന്നത്? ആർ എം എസ് എന്ന് പറയുമ്പോൾ എന്താണ്? വി എം ബൈ റൂട്ട് 2. സോ വി എം ബൈ റൂട്ട് 2 ഡിവൈഡഡ് ബൈ ആവറേജ് വാല്യൂ അല്ലേ. ആവറേജ് പറയുമ്പോൾ എന്താണ് വാല്യൂ വരുന്നത്? 2 വി എം ബൈ പൈ. സോ 2 വി എം ബൈ പൈ. സോ ക്യാൻസലിംഗ് ഔട്ട് യു വിൽ ബി ഗെറ്റിംഗ് ദ വാല്യൂ ആസ് 1.11 എന്ന് കിട്ടും. ഓക്കെ, റൂട്ട് 2 എന്ന് പറയുന്നത് 1.414 എന്ന് കിട്ടും. സോ ദിസ് ഇസ് ആർ എക്സ്പ്രഷൻ. അപ്പോൾ ഇതെന്താണ്? ഒരു സൈനസോയിഡൽ വേവ് ഫോമിൻ്റെ കേസിൽ. അപ്പോൾ ഈ ബേസിക് ഇക്വേഷൻ നിങ്ങൾ ആക്ച്വലി അറിഞ്ഞിരിക്കണം. പ്രോബ്ലത്തിൽ ചോദിക്കുകയാണ്. പ്രോബ്ലത്തിൽ പറയാണ് നമ്മളിപ്പോൾ ഒരു സൈനസോയിഡൽ വേവ് ഫോം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ആർ എം എസ് വോൾട്ടേജ് തന്നിട്ടുണ്ട്. ഓക്കെ, ആർ എം എസ് വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ വി ക്യാൻ ഫൈൻഡ് എ വാല്യൂ ഫോർ മാക്സിമം വാല്യൂ. ഓക്കെ, അങ്ങനെ ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഈ എക്സ്പ്രഷൻസ് യൂസ് ചെയ്യുന്നത്. സിമിലർലി ഒരു സ്ക്വയർ വേവ് തന്നേക്കാണ് ഈ കാണുന്ന പോലെ. ഓക്കെ, സ്ക്വയർ വേവ് ആണ്. ഓക്കെ,
0 to t/2 to t ആ ഒരു ടൈം പീരീഡ് തന്നിട്ടുണ്ട്. ആൻഡ് മാക്സിമം വാല്യൂ വി എം ആണെങ്കിൽ ഈ സിഗ്നൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യണം. ഇപ്പോൾ സോ സിഗ്നൽ ഇപ്പോൾ വി സിഗ്നൽ വോൾട്ടേജ് ആണെങ്കിൽ വി ഓഫ് ടി അല്ലെങ്കിൽ വി സിഗ്നൽ വിൽ ബി ഈക്വൽ ടു, നോക്കി നമ്മൾ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ നോക്കുകയാണ് ഫ്രം ദ ടൈം ലിമിറ്റ് 0 to t/2. സോ വെൻ ദ ടൈം ഇസ് ബിറ്റ്വീൻ 0 ആൻഡ് t/2 ആകുന്ന സമയത്ത് നമ്മുടെ വാല്യൂ എന്താണ്, പ്ലസ് വി എം ആണ് അല്ലെ, പ്ലസ് വി എം ആണ്. ആൻഡ് വെൻ ദ വാല്യൂ ഇസ് റേഞ്ചിങ് ഫ്രം t/2 to t, ഇപ്പോൾ t/2 തൊട്ട് ടി വരെയാണ് വേരി ചെയ്യുന്നതെങ്കിൽ എൻ്റെ വാല്യൂ എന്താണ്, ഇത് മൈനസ് അല്ലേ, സോ മൈനസ് വി എം ആയിരിക്കും. സോ ദിസ് ഇസ് അവർ എക്സ്പ്രഷൻ. അപ്പോൾ ഇൻറ്റഗ്രേഷൻ ഇടുന്ന സമയത്ത് നമ്മൾ 0 to t ഇടുന്ന സമയത്ത് സ്പ്ലിറ്റ് ചെയ്യണം. ആ ഇൻറ്റഗ്രൽ 0 to 2 ഇടുന്ന സമയത്ത് അതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് 0 to t/2 പ്ലസ് ഇൻറ്റഗ്രൽ t/2 to t എന്ന് പറഞ്ഞിട്ട് സ്പ്ലിറ്റ് അപ്പ് ചെയ്യണം. കാരണം എന്താണ്, ഈ ഫസ്റ്റ് ഇൻറ്റഗ്രലിൻ്റെ വാല്യൂ അതിൻ്റെ അകത്ത് വിൻ്റെ വാല്യൂ വി എം ആണ്, സെക്കൻഡ് ഇൻറ്റഗ്രലിൽ എൻ്റെ വിയുടെ വാല്യൂ മൈനസ് വി എം ആണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, സോൾവ് ചെയ്യുന്ന സമയത്ത് സ്പ്ലിറ്റ് ചെയ്ത് സോൾവ് ചെയ്താൽ മതി. ഓക്കെ, ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് വി ആർ എം എസ് അല്ലെങ്കിൽ വി ആവറേജ് വരുന്ന സമയത്ത്. ഓക്കെ, അങ്ങനെ സോൾവ് ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോൾ കഴിഞ്ഞ കേസ് നോക്കിയില്ലേ, അതേപോലെ സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നതാണ് വി ആർ എം എസിൻ്റെ വാല്യൂ വി എം ആൻഡ് വി ആവറേജിൻ്റെ വാല്യൂ വി എം തന്നെ ആയിരിക്കും. സോ ആർ എം എസ് ആൻഡ് ആവറേജിൻ്റെ വാല്യൂ ആണ്. ഓക്കെ, കോമൺലി വരുന്ന കുറച്ച് സിഗ്നൽസ് ആണ് ഇത്. പിന്നെ വരുന്നത് സോ ടൂത്ത് വേവ് ഫോം. അപ്പോൾ ദിസ് ഇസ് എ സോ ടൂത്ത്. അപ്പോൾ കണ്ടോ, സിഗ്നലിൽ ഇങ്ങനെ ഒരു സ്ലോപ്പ് ഉണ്ടാവും, എന്നിട്ട് റാപ്പിഡായിട്ട് ഡിക്രീസ് ചെയ്യും. അപ്പോൾ ദിസ് ഇസ് എ സോ ടൂത്ത് വേവ് ഫോം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നോക്കി 0 to t/2 to t വരെ വരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ സിഗ്നലിൻ്റെ എക്സ്പ്രഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. വി ഓഫ് ടി വിൽ ബി ഈക്വൽ ടു വി എം മാക്സിമം വാല്യൂ വി എം ഡിവൈഡ് ബൈ t/2 ഇൻറ്റു ടി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെയും കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്ത് വി ഗെറ്റ് ദ വാല്യൂ ഓഫ് വി ആർ എം എസ് ആസ് വി എം ബൈ √3 ആൻഡ് വി ആവറേജ് ആസ് വി എം ബൈ 2. ഓക്കെ, വി ആർ എം എസ് ഇതാണെങ്കിൽ കറസ്പോണ്ടിങ് ഐ ആർ എം എസ് എന്തായിരിക്കും, ഐ എം ബൈ √3 ആയിരിക്കും. ഓക്കെ, നിങ്ങളുടെ യൂണിവേഴ്സിറ്റിക്ക് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്കൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഒരു സൈനസോയിഡൽ ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ഓഫ് 50 ഹെർട്സ്. നമുക്ക് എന്ത് സിഗ്നൽ തന്നിരിക്കുന്നത്, ദിസ് ഇസ് എ സൈനസോയിഡൽ സിഗ്നൽ ആണ്. ഓക്കെ, സോ വി ഹാവ് എ സൈനസോയിഡൽ സിഗ്നൽ വിച്ച് ഹാസ് എ ഫ്രീക്വൻസി ഓഫ് 50 ഹെർട്സ്. ഓക്കെ, അതിൻ്റെ ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജും ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് വോൾട്ടേജാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. വോൾട്ടേജ് ഉണ്ട്, കറണ്ടിനോട് നമ്മളിവിടെ വോൾട്ടേജാണ് ഡീൽ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഹാസ് എൻ ആർ എം എസ് വോൾട്ടേജ് ഓഫ് 200 വോൾട്ട്സ്. അപ്പോൾ അത് നമുക്ക് തന്നിരിക്കുന്ന വാല്യൂ എന്താണ്, ഫ്രീക്വൻസി ഇസ് ഗിവൻ ആസ് 50 ഹെർട്സ്. പിന്നെ തന്നിരിക്കുന്നത് എന്താണ്, an RMS വോൾട്ടേജ്. RMS വോൾട്ടേജ് ആയതുകൊണ്ട് എനിക്ക് എങ്ങനെ പറയാൻ പറ്റും, വി ആർ എം എസ് വിൽ ബി ഈക്വൽ ടു എന്താണ്, 200 വോൾട്ട് തന്നിട്ടുണ്ട്. ഇനി റൈറ്റ് ഡൗൺ ദി എക്സ്പ്രഷൻ ഫോർ ദി ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ. ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂസ് എന്ന് പറയുമ്പോൾ നമുക്ക് എഴുതേണ്ടത്, നമുക്ക് വി ഈക്വൽ ടു വി എസ് കോസ് ഒമേഗ ടി ആണ് എൻ്റെ എക്സ്പ്രഷൻ ഫോർ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ. അപ്പോൾ ഇതിൻ്റെ ഒരു എക്സ്പ്രഷൻ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിൽ അൺനോൺസ് എന്തൊക്കെയാണ് വരുന്നത്, വി ഈക്വൽ എഴുതുന്ന സമയത്ത് ഈ വി എസ് അല്ല വി എം. Okay, Vm which is my maximum value. So this Vm is my unknown. അതേപോലെ ഈ ഒമേഗ എന്ന് പറയുന്ന സംഭവം എന്താണ്, അൺനോൺ ആണ്. അപ്പോൾ അത് രണ്ട് കണ്ടുപിടിച്ചാൽ ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് we get the value for instantaneous value. ഓക്കെ, അത് കണ്ടുപിടിച്ചിട്ട് നമുക്ക് സെക്കൻഡ് പാർട്ടിലോട്ട് പോവാം. ഓക്കെ, അപ്പോൾ ഇവിടെ ആദ്യം എനിക്ക് എന്ത് വേണം, Vm. നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്ന സിഗ്നൽ എന്താണ്, വി ആർ കൺസിഡറിങ് ഒരു സൈനസോയിഡൽ സിഗ്നൽ അല്ലേ. ഈ സൈനസോയിഡൽ സിഗ്നലിൻ്റെ എന്തെങ്കിലുമൊക്കെ വാല്യൂ അവർ പറഞ്ഞിട്ടുണ്ടോ, അല്ല, നമുക്കൊരു വാല്യൂ പറഞ്ഞിട്ടില്ല. ജസ്റ്റ് ഇതിൻ്റെ ഫ്രീക്വൻസി 50 ഹെർട്സ് ആണ് മാത്രമേ തന്നിട്ടുള്ളൂ. ഓക്കെ, നമുക്ക് ഈ വി എം എന്ന് പറയുമ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്, എന്താണ് കണ്ടുപിടിക്കേണ്ടത്, വി നീഡ് ടു ഫൈൻഡ് ദ മാക്സിമം വാല്യൂ. അതായത് ഇപ്പം നോക്കി, ഇത് നമ്മുടെ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ, നെഗറ്റീവ് ഹാഫ് സൈക്കിൾ. ഈ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൻ്റെ ഈ ഒരു പോയിന്റ് ആണ് ഞാൻ എന്ത് പറയുന്നതിൻ്റെ മാക്സിമം വി എം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ഇൻ ഓർഡർ ടു ഫൈൻഡ് ദാറ്റ് വാല്യൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആർ എം എസ് വോൾട്ടേജ് വന്നിട്ടുണ്ട്. ആൻഡ് നമ്മൾ കഴിഞ്ഞ കേസിൽ നോക്കിയായിരുന്നു. ഓക്കെ, കഴിഞ്ഞ സെക്ഷൻ നമ്മൾ നോക്കിയായിരുന്നു, ഇൻ ദ കേസ് ഓഫ് എ സൈനസോയിഡൽ സിഗ്നൽ, ഓക്കെ, ദ ആർ എം എസ് വാല്യൂ നമ്മുടെ മാക്സിമം വാല്യൂ നമ്മുടെ റിലേഷൻ എന്തായിരുന്നു, വി ഗോട്ട് ഇറ്റ് ആസ് ലൈക്ക് വി എം എസ് ഈക്വൽ വി ആർ എം എസ് വിൽ ബി ഈക്വൽ ടു വി എം ബൈ റൂട്ട് ഇക്വേഷൻ കിട്ടിയില്ലേ. അതേപോലെ ഐ ആർ എം എസ് ഈക്വൽ ടു ഐ എം ബൈ റൂട്ട് ഇക്വേഷൻ ആണ് കിട്ടിയത് അല്ലേ. അപ്പോൾ അതേപോലെ യൂസിങ് ദാറ്റ് എക്സ്പ്രഷൻ, ഇഫ് വി എം ആർ എം എസ് ഈക്വൽ ടു വി എം ബൈ റൂട്ട് ആണെങ്കിൽ വി എം വിൽ ബി ഈക്വൽ ടു എന്തായിരിക്കും, വി ആർ എം എസ് റൂട്ട് 2 ആയിരിക്കും അല്ലേ. അതായത് വി ആർ എം എസിൻ്റെ വാല്യൂ എത്രയാണ്, വി ആർ എം എസിൻ്റെ വാല്യൂ എന്ന് പറയുമ്പോൾ 200, അതായത് 200 റൂട്ട് 2 എന്ന് കിട്ടും, വിച്ച് വിൽ ബി ഈക്വൽ ടു 282.8 നമുക്ക് കിട്ടും. ഓക്കെ, 84 ആ ഒരു വാല്യൂ കിട്ടും. ഓക്കെ, ഇനി ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ. അപ്പോൾ അതിന് മുന്നേ നോക്കിയോണം, നമുക്ക് വി എം ആണ് കിട്ടിയത്. ഇനി എന്ത് വേണം, ഒമേഗ വേണം. സോ ഒമേഗ ഈക്വൽ ടു നമ്മൾ എന്താ പറയുന്നത്, 2πf എന്നുള്ള റിലേഷൻ വരുന്നത്. ഓക്കെ, അതായത് 2π ഇൻറ്റു എഫിൻ്റെ വാല്യൂ എന്താണ്, 50. സോ 2π50 എന്ന് പറയുമ്പോൾ എന്താണ്, 100π ആണ് വരേണ്ടത്.
Okay, so we can rewrite the equation number 1 as equation number 1 v equal to Vm ന്റെ വാല്യൂ എത്രയാണ് 282.8 cos 100 pi t എന്ന് വരും, which is the expression for the instantaneous value. Okay, ഇനി അവർ ചോദിച്ചിരിക്കുന്നത്, അപ്പോൾ this is the first part of the question. Okay, ഇനി സെക്കൻഡ് പാർട്ട് അവർ എന്താ ചോദിച്ചിരിക്കുന്നത്? സെക്കൻഡ് പാർട്ട് അവർ പറഞ്ഞിരിക്കുന്നത്, see, write down the expression for the instantaneous value ചെയ്തു, and this value, അതായത് again write the instantaneous value 0.0125 second after passing through a positive maximum value. അതായത് നോക്കി, ഇവിടുത്തെ കേസിൽ നമ്മൾ ഇത് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ നോക്കാം. അതിലെ എൻ്റെ പോസിറ്റീവ് മാക്സിമം വാല്യൂ എന്ന് പറയുമ്പോൾ എന്താണ്? ഈ വി എം എന്ന് പറയുന്ന പോയിന്റ് അല്ലേ? ആണല്ലോ. ആ വി എമ്മിൻ്റെ വാല്യൂ നമ്മൾ എന്താണെന്ന് പറഞ്ഞു? 282.8. ഈ ഒരു പർട്ടിക്കുലർ പോയിന്റ്, അതിനെ ഞാൻ എ എന്നൊരു പോയിന്റായിട്ട് മാർക്ക് ചെയ്യാണ്. സോ ഈ ഒരു പർട്ടിക്കുലർ പോയിന്റാണ് എൻ്റെ പോയിന്റ് ഓഫ് പോസിറ്റീവ് മാക്സിമം വാല്യൂ അല്ലേ? അപ്പം നമ്മൾ അവർ പറയാണ്, ആ പോസിറ്റീവ് മാക്സിമം വാല്യൂവിൽ നിന്ന് സപ്പോസ് ഇത്രയും സെക്കൻഡ്സ് ടൈമാണ് പറയും. ഇപ്പോൾ ദിസ് ഇസ് ദി ടൈം ആക്സിസ്. ഇത്രയും 0.0125 സെക്കൻഡ്സ് ഞാൻ മൂവ് ചെയ്യുന്ന സമയത്ത് ഞാൻ എത്തുന്നത് ഏത് പോയിന്റിലാണോ ആ പോയിന്റിലുള്ള എൻ്റെ കറസ്പോണ്ടിങ് വാല്യൂ ഓഫ് ഇൻസ്റ്റന്റേനിയസ് വോൾട്ടേജ് എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മനസ്സിലായോ? നമ്മൾ ഏത് പോയിന്റിലാണോ എത്തുന്നത് ആ പോയിന്റിലുള്ള എൻ്റെ കറസ്പോണ്ടിങ് വാല്യൂ ഓഫ് ഇൻസ്റ്റന്റേനിയസ് വാല്യൂ കണ്ടുപിടിക്കണം. ഒന്ന് നിങ്ങൾ ഇത്ര ചെയ്താൽ മതി. നമ്മുടെ എക്സ്പ്രഷൻ ഫോർ എന്താണ്? എക്സ്പ്രഷൻ ഫോർ ഇൻസ്റ്റന്റേനിയസ് വോൾട്ടേജ് ഇതല്ലേ കണ്ടുപിടിച്ചേ? അതായത് വി ഈക്വൽ ടു എന്ത് കിട്ടി നമുക്ക്? 282.8 കോസ് 100 പൈ ടി എന്ന് എൻ്റെ എക്സ്പ്രഷൻ അറിയാം. അപ്പോൾ ഇതിൽ അവർ പറഞ്ഞേക്കുന്നത് വെൻ ടി ഈക്വൽ ടു എത്രയാണ്? 0.0125 സെക്കൻഡ്സ്. അപ്പോൾ ടിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ടിക്ക് പകരം മൾട്ടിപ്ലൈഡ് ബൈ 0.0125 സെക്കൻഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഫൈൻഡ് ദ വാല്യൂ വി. മനസ്സിലായോ? ഓക്കെ, ഇനി ഈ പൈ എന്താണ്? പൈ ക്യാൻ ബി ആക്ച്വലി സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബൈ 180. സോ മൾട്ടിപ്ലൈഡ് ബൈ 180. സോ ദിസ് വിൽ ബി ഈക്വൽ ടു 282.8 കോസ് ഓഫ് 225 എന്ന് കിട്ടും മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത്. ഡിഗ്രി അല്ലേ? ഇനി കോസ് ഓഫ് ഈ വാല്യൂ എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 282.8 കോസ് ഇൻവേഴ്സ് ഓഫ് നമുക്ക് വാല്യൂ -1/√2. ഓക്കെ, ഇൻറ്റു -1/√2, അതായത് -0.707 സംതിങ് കിട്ടും. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്തായിരിക്കും കിട്ടുന്ന വാല്യൂ? അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു -199 എന്ന് കിട്ടും, 0.9 എന്ന് കിട്ടും. ഓക്കെ, അതായത് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാം? -200 വോൾട്ട് എന്ന് പറയാം. അതായത് ഇതിൻ്റെ മീനിങ് എന്താണ്? നമ്മൾ ഈ മാക്സിമം പീക്ക് വാല്യൂവിൽ നിന്നിട്ട് അവിടെ നിന്ന് ഞാൻ 0.0125 സെക്കൻഡ്സ് മൂവ് ചെയ്യുന്ന സമയത്ത് വി റീച്ച് എ പോയിന്റ് അറ്റ് വിച്ച് ദ ഇൻസ്റ്റന്റേനിയസ് വോൾട്ടേജ് വിൽ ബി ഈക്വൽ ടു -200 വോൾട്ട്. അപ്പോൾ ആ ഒരു പോയിന്റ് ഞാൻ സി എന്ന് മാർക്ക് ചെയ്യണം. നമ്മൾ ഇവിടെ എത്തിയത് കാരണം ഈ പോയിന്റ് എന്താണ്? ദിസ് വിൽ ബി ഈക്വൽ ടു -282.8 ആയിരിക്കും. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് -200 വോൾട്ട് ആയിരിക്കും. ഓക്കെ, സോ ദാറ്റ് ഈസ് മൈ സെക്കൻഡ് പാർട്ട് ഓഫ് ദി ക്വസ്റ്റ്യൻ. ഇനി തേർഡ് പാർട്ടിൽ എന്താ ചോദിച്ചിരിക്കുന്നത്? തേർഡ് പാർട്ടിൽ അറ്റ് വാട്ട് ടൈം മെഷേർഡ്. ഇവിടെ അൺനോൺ എന്താണ്? ടൈം എന്താണ്? ഇവിടെ അൺനോൺ എന്തായിരുന്നു? ഇൻസ്റ്റന്റേനിയസ് വോൾട്ടേജ് ആയിരുന്നു. സോ അറ്റ് വാട്ട് ടൈം മെഷേർഡ് ഫ്രം എ പോസിറ്റീവ് മാക്സിമം. എഗെയിൻ നമ്മൾ ഈ പോസിറ്റീവ് മാക്സിമത്തിലാണ് നിൽക്കുന്നത്. അവിടെ നിന്ന് എത്ര ടൈം പോകുമ്പോഴാണ് വിൽ ദി ഇൻസ്റ്റന്റേനിയസ് വോൾട്ടേജ് ബി 14.4 വോൾട്ട്. അപ്പോൾ ഇവിടെ എന്താ തന്നിരിക്കുന്നത്? വി ഹാവ് ദ വാല്യൂ ഓഫ് ഇൻസ്റ്റന്റേനിയസ് വാല്യൂസ് 14.4 ആൻഡ് വി ഹാവ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് ടി. അതായത് മാക്സിമം പോസിറ്റീവ് ആയതുകൊണ്ട് സെയിം ഇൻസ്റ്റന്റേനിയസ് ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റും. 282.8 കോസ് 100 പൈ എന്ന് പറയുമ്പോൾ 180 ഇൻറ്റു ടി ആണ് അൺനോൺ ആയിട്ട് വരുന്നത്. ഓക്കെ, സോ ഇവിടുത്തെ കേസിൽ 14.4 ഡിവൈഡഡ് ബൈ 282.8 എന്ന് പറയുമ്പോൾ 0.05 വിൽ ബി ഈക്വൽ ടു എന്ന് കിട്ടും. കോസ് 18,000 ടി എന്ന് കിട്ടും. നമുക്ക് കോസ് ഇൻവേഴ്സ് ഓഫ് എടുക്കാമല്ലോ. കോസ് ഇൻവേഴ്സ് ഓഫ് 0.05 വിൽ ബി ഈക്വൽ ടു 18,000 ടി എന്ന് കിട്ടും. ഓക്കെ, എന്നിട്ട് കോസ് ഇൻവേഴ്സ് ഓഫ് 0.05 എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 87.134 ആണ് വാല്യൂ. വിൽ ബി ഈക്വൽ ടു 18,000 ടി. സോ 18,000 ഡിവൈഡ് ബൈ ചെയ്യുന്ന സമയത്ത് വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് ടൈം ആസ് ഈക്വൽ ടു 0.0048 സെക്കൻഡ്സ് എന്ന് കിട്ടും. Okay, which means that at the time 0.0048 seconds from this maximum positive value നമ്മൾ പോകുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന വാല്യൂ ആയിരിക്കും സപ്പോസ് ഈ പറയുന്ന ഇവിടെ ഉള്ള എത്തുമായിരിക്കും ഈ പറയുന്ന 14.14 എന്ന് പറയുന്ന വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, സോ ദിസ് വാസ് എ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ.